അള്ളാഹു പറഞ്ഞ ഖുർആനിൽ വിവരിച്ചൊരു ആദർശം അതവിടെ ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ ലോകത്ത് ഒരാളെ, ഒരു പിശാചിന്, ഒരു പുരോഹിതന് ആരെയും ഭയപ്പെടണം. ഇത്തരത്തിൽ സന്മാർഗം, സന്തോഷം, കാരുണ്യം ഇതെല്ലാം നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ എല്ലാ പ്രശ്നങ്ങളുടെയും സമ്പൂർണ്ണ വിവരണം അതിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് അപ്പോഴത്തെ ചർച്ച ആരുടെ, നമ്മളുടേതല്ല, പുരോഹിത ലോകത്തിന്റെ ചർച്ച. ഇങ്ങനൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് പുരോഹിതന്മാരിൽ ഭൂരിഭാഗം സംശയിക്കുന്നത്. സംശയിക്കല്ല, അവർ പ്രഖ്യാപിക്കാം. അവരെന്താ പറയുന്നറിയോ? ഖുർആൻ കൊണ്ട് എല്ലാറ്റിന്റെയും കാര്യങ്ങൾ മനസ്സിലാവൂല. ഇസ്ലാം കാര്യത്തിന്റെ എണ്ണം പോലും ഖുർആൻ കൊണ്ട് മനസ്സിലാവൂല. നമസ്കാരമാണ് ഇസ്ലാമിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മ പദ്ധതി. അത് എന്താണെന്നുള്ളതിന്റെ ഒരു കാൽഭാഗം പോലും ഖുർആനിലില്ല. പിന്നെന്താ പറഞ്ഞ ഈ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം. ഈ അറബി പദമാണ്. കുല്ലിശൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോകത്തൊന്നും ഇനി ബാക്കി ഉണ്ടാകാൻ പാടില്ല. കാട്ടറബി പറഞ്ഞാലും കുല്ലിശയിൽ ഒതുങ്ങാത്തൊന്നുമില്ല, അള്ള പറഞ്ഞാലും കുല്ലിശയിൽ ഒതുങ്ങാത്തൊന്നുമില്ല, നബി പറഞ്ഞാലും അതിലടങ്ങാത്തൊന്നുമില്ല. ഒരൊറ്റ ഒന്നും പുറത്തു പോകാൻ പാടില്ല. ഇനി വേറെ ഭാഷയിൽ കേൾക്കണോ? ഈ ഖുർആനിൽ ഒരൊറ്റ വിഷയം ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് ആരാത് പറയണത്? ബഡായി പറയുന്ന ആളല്ല, അള്ളാഹുവാ പറയുന്നത്. ഈ ഖുർആനിൽ ഒരൊറ്റ വിഷയം ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് ആ ശൈലിയിലും പറഞ്ഞു. വലഖദ് സർറഫ്നാ ഫിൽ ഖുർആനി, ഈ ഖുർആനിൽ മറിച്ചും തിരിച്ചും നമ്മൾ പറയുന്നു. അള്ളാഹുവിന്റെ ഭാഷയാണ്. ഖുർആനിൽ മറിച്ചും തിരിച്ചും പറയുന്നു, പക്ഷെ ആശയം മാറൂല, വൈരുദ്ധ്യം കാണാൻ പാടില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആൻ ചിന്തിക്കുന്നില്ലേ? എത്ര മറിച്ചും തിരിച്ചും പറഞ്ഞിരുന്നാലും അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ ആ ഖുർആൻ 23 കൊല്ലക്കാലത്തിനിടയിൽ പ്രതിപാദിച്ച വിഷയങ്ങൾക്കിടയിൽ ഒരൊറ്റ വൈരുദ്ധ്യം കാണാൻ സാധ്യമല്ല. 23 കൊല്ലക്കാലം കൊണ്ട് ഏതൊരു മഹാപണ്ഡിതൻ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെങ്കിലും വൈരുദ്ധ്യമില്ലാത്ത ഒരൊറ്റ ഗ്രന്ഥം ഈ ലോകത്ത് കാണാൻ സാധ്യമല്ല. 23 കൊല്ലക്കാലം കൊണ്ട് വലിയൊരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ വലിയൊരു ലോക പണ്ഡിതൻ ഒരു ഗ്രന്ഥം എഴുതി തുടങ്ങി 23ാമത്തെ കൊല്ലാണ് അത് അവസാനിക്കുന്നതെങ്കിൽ അതിൽ വൈരുദ്ധ്യമില്ലാത്ത ഒരൊറ്റ ഗ്രന്ഥം ഈ ലോകത്ത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കാരണം വിജ്ഞാനം കൂടുന്തോറും വിഷയം മാറ്റേണ്ടി വരും. വിജ്ഞാനം കൂടുന്തോറും, ശാസ്ത്രം കൂടുതൽ പഠിക്കും തോറും, ഗവേഷണം കൂടുതൽ നടത്തും തോറും ആദ്യത്തെ അഭിപ്രായം മാറ്റേണ്ടി വരും. ഏത് മഹാപണ്ഡിതനായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ വിജ്ഞാനം വർദ്ധിക്കലില്ല, കുറയലുമില്ല. അതുകൊണ്ട് അള്ളാഹു 23 കൊല്ലം മുമ്പ് ആദ്യം പറഞ്ഞ ആയത്തും അവസാനം പറഞ്ഞ ആയത്തും തമ്മിൽ വൈരുദ്ധ്യം വരാൻ പാടില്ല. ഇതാണ് ഖുർആന്റെ അമാനുഷികത. അപ്പൊ അള്ളാഹു ഖുർആനിൽ മറിച്ചും തിരിച്ചും പറയുന്നു, ഒരു വിഷയവും ഇതിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ല, അത് പൂർത്തിയാക്കി തന്നു. എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഇതിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് 100% സത്യമാണെന്ന് നമ്മളെല്ലാവരും പ്രഖ്യാപിക്കും. 100% സത്യമാണ് അള്ളാഹു പ്രഖ്യാപിച്ചത്. വള്ളിയും കുറക്കണോ? ചെക്കുണ്ടോ? ശ്രദ്ധിക്കണേ. 100% സത്യമാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, വിശ്വസിക്കണം, നിർബന്ധാണത്. ബഡായി ഒന്നും അതിലില്ല, അതിശയോക്തി ഇല്ല. അള്ളാഹുവിന് അതിശയോക്തി അറിയില്ല, ഉള്ളതേ പറയുള്ളൂ. അപ്പൊ എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ വിവരണം ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിസ്കാരാണ് ആകെ മുസ്ലിമീങ്ങളുടെ ഉള്ള സ്വത്ത് ഭാഗം. നിസ്കാര മുസ്ലിം ലോകത്ത് ധാരാളം സമുദായങ്ങൾ, ധാരാളം മതങ്ങൾ. പക്ഷെ ഇത്രയധികം ഒരു അനുഷ്ഠാന കർമ്മം ഗാംഭീര്യത്തോടുകൂടി നിലനിർത്തിപ്പോരുന്ന ഒരു സമുദായം ലോകത്ത് വേറെയില്ല. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടതാണ്. ഇത്രയും വലിയൊരു ആരാധനാകർമ്മം, മഹത്തായത്, പുണ്യമേറിയത്, അതിനേക്കാൾ മുന്തിയത് വേറൊന്നില്ല എന്ന് ലോകത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് 90 കോടി ജനങ്ങളും, 100 കോടിയിൽ 10 കോടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ, 90 കോടി ജനങ്ങളും ലോകത്തിലെ ആരാധനാകർമ്മങ്ങളിൽ വെച്ച്, അല്ലെങ്കിൽ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ പുണ്യകർമ്മം നമസ്കാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് 100 കോടിയിൽ 90 കോടി. അങ്ങനത്തെ നമസ്കാരത്തിന്റെ കാര്യം അള്ളാഹു കാര്യമായിട്ടൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമില്ല, വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരെയും വിടണ്ട. ഖുർആനിൽ അള്ളാഹ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ സമ്പൂർണ്ണ വിവരണം പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പുറമെ നമസ്കാരത്തെ സംബന്ധിച്ച്
പ്രത്യേകം പറഞ്ഞിട്ടോ, ഓർക്കണം. ഇതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഖുർആനാണ് ഈ പറയുന്നത്. പറയുന്ന ആളെ നിങ്ങൾ നോക്കണ്ട. ആര് പറഞ്ഞിരുന്നാലും ഖുർആനിലുള്ള വിഷയം പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്ക് പ്രായമുണ്ടോ, കൂടുതൽ ഭക്തി ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്നും നോക്കണ്ട. പക്ഷെ അപകടമൊന്നുമില്ല. പലരും പലതും പറയും. ഏതായാലും കഴിയുന്നിടത്തോളം ഖുർആൻ പഠിച്ചിട്ട് അതിലുള്ള സത്യം പറയാൻ വേണ്ടി നടക്കുന്ന ഒരു ചെറിയ മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറേ സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കാനാണ് ഈ സമ്മേളനത്തിൽ ഞാൻ വന്നത്. ഒന്ന് രണ്ട് വാക്കിന്റെ ഇടയിൽ പറയാൻ ഉദ്ദേശിച്ചത് അത് പറഞ്ഞെടുത്തിരിക്കാം. ഇതിന് നമ്മൾ സെമിനാറിന് വിളിച്ചു. നിസ്കാരത്തെ സംബന്ധിച്ച് കാര്യമായിട്ട് പറയാൻ പോവുകയാണ്. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. കാര്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. അതിനിടയിൽ ഈ കത്തുകൾ അയച്ചു. 5-10 പ്രധാനപ്പെട്ട 5-10 പേർക്ക് കത്തുകൾ അയച്ചു. അവരാരും ഇവിടെ വന്നില്ലല്ലോ. ഞാൻ വന്നു എന്നുള്ളത് ഇപ്പോ ഇനി രേഖൊന്നും വേണ്ടല്ലോ. 5-10 ആൾക്ക്, ആർക്കൊക്കെ 5-10 ആൾക്ക് എന്നുള്ളത് അതും നിങ്ങൾക്ക് രേഖാമൂലം ഇനിയിപ്പോ നടക്കാൻ പോകണം. കാരണം രേഖ വിട്ട് വേദമൽ കൂടി പോയതാണ് നമ്മൾ ആകെ പാതാളത്തിൽ ചാടിയത്. രേഖയിൽ കൂടി പറയണം എന്ന് വെച്ചാൽ എവിടെയും കുഴപ്പമില്ല. അപ്പൊ അതിനിപ്പോ സാധാരണ വിഷയമായിരുന്നാലും ശരി, മതത്തിന്റെ കാര്യമായിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, രേഖാമൂലം നമ്മൾ കിട്ടിയ എന്താണെന്നറിയാം. നമ്മൾ അയച്ചു. പ്രധാനമായിട്ട് ഉള്ള പണ്ഡിതന്മാരെ മതി, എല്ലാവരെയും കൂടി കെട്ടിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നദ്വത്ത് ജമാഅത്ത് പ്രധാനമായിട്ടും ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മതം പ്രബോധനം ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തു വന്ന 2 സംഘടനയാണ് നദ്വത്ത് അൽ മുജാഹിദീൻ, ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ അവരുടെ നേതാക്കന്മാർക്ക് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊരു ചർച്ച നടക്കുകയാണെങ്കിലും അവരെ അറിയിക്കലും അവരെ ക്ഷണിക്കലും അവരെ പങ്കെടുപ്പിക്കലും സമുദായത്തിന്റെ ചുമതലയിൽപ്പെട്ടതാണ്. കാരണം ഞങ്ങൾ അതാ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെല്ലേ നമുക്ക് വിളിക്കേണ്ടത്. അതുകൊണ്ട് അവരെ വിളിച്ചു. അവരെ വിളിച്ച് ആരൊക്കെ വിളിച്ചു? നദ്വത്തിന്റെ പ്രസിഡന്റ് വേറെ ഒക്കെ ചെയ്തിട്ടുണ്ട്. 9 ആൾക്ക് രേഖാമൂലം രജിസ്റ്റർ കത്ത് മുഖേന അറിയിച്ചു. ഇങ്ങനെ രജിസ്റ്റർ കത്ത് മുഖേന വരണം എന്നല്ല, രജിസ്റ്റർ കത്തിൽ തന്നെ പറഞ്ഞു. കണ്ട് കത്തൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പറഞ്ഞെന്താണെന്നറിയോ? ഈ രജിസ്റ്റർ കത്ത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്നാണ് ഇങ്ങനെ ഒരു സെമിനാറിന് ഇന്ന് വരണമെന്നില്ല, എന്നാണോ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസമെങ്കിൽ അന്ന് നിങ്ങൾ സെമിനാറിന് വന്നാൽ മതി. അന്ന് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തുതരാം. കാറടക്കം, വീട്, അതായത് ലോഡ്ജ്, ടിവിയോ, എവിടെ എന്തൊക്കെ സൗകര്യം വേണോ അതൊക്കെ ചെയ്തു കൊടുക്കുക. പൈസ ഞങ്ങൾ ചെലവാക്കിക്കോളാം എന്നും പറഞ്ഞിട്ടാണ് കുഞ്ഞാൻ സാഹിബ്, ജാൻ മുഹമ്മദ് സാഹിബ്, സെക്രട്ടറി പി വി അബ്ദുൽ ഖാദർ സാഹിബ്, ഇവരുടെ 3 ആളിൽ ഒപ്പ് പ്രത്യേകം കാണിച്ചു. കാരണം സെക്രട്ടറി, ചെയർമാന്, പ്രസിഡന്റൊക്കെ വേണം, കൺവീനറൊക്കെ വേണം. അവരുടെ ആദ്യം കണ്ടുള്ളൂ. പിന്നെ കമ്മിറ്റിയിൽ ഇഷ്ടം പോലെ ആൾ, എത്ര ആളെ ഇനി ചേർന്നും ചെയ്യാം. കാരണം